ഹായ് മക്കളെ, അപ്പോൾ +1 നമുക്ക് കെമിസ്ട്രിയുടെ വെയിറ്റേജ് ഒന്ന് നോക്കിയാലോ. ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, ബട്ട് അതിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് പഠിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്നും അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും എത്രയാണ് വെയിറ്റേജ് എന്നുള്ളത് നോക്കാം. അതിനൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി നോക്കാം. ഇതേടാ, അപ്പോൾ +1 കെമിസ്ട്രിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് 9 ചാപ്റ്ററുകളാണ് വരുന്നത് അല്ലേ. കെമിസ്ട്രിയിൽ 9 ചാപ്റ്ററുകളാണ് വരുന്നത്. അതിൽ തന്നെ മെയിൻലി 4 ചാപ്റ്ററുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കുകൾ വരാം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ സ്കോറുകൾ വെയിറ്റേജുകൾ കൂട്ടിയാൽ 60നേക്കാൾ കൂടുതലുണ്ടാകും. കാരണം നിങ്ങൾ 60 മാർക്കിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുമ്പോൾ അതിൽ കൂടുതൽ മാർക്കിലുണ്ടാവും. ബട്ട് ഇത്രയും മാർക്കിനുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതിൽ 4 ചാപ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററും, കെമിക്കൽ ബോണ്ടിങ്, അതേപോലെ തന്നെ നമ്മുടെ ഓർഗാനിക്കിലെ ഫസ്റ്റ് ചാപ്റ്ററും ആൻഡ് ഓൾസോ ഇക്വിലിബ്രിയം. ഈ 4 ചാപ്റ്ററുകളിൽ നിന്നായിട്ടാണ് അറൗണ്ട് 41 മാർക്കിനുള്ള ക്വസ്റ്റ്യനുകൾ ചോദിക്കുക. അപ്പോൾ ഈ ഒരു 4 ചാപ്റ്ററുകൾ പഠിച്ചാൽ മെജോറിറ്റി മാർക്കും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും വൃത്തിയായിട്ട് നോക്കേണ്ട 4 ചാപ്റ്ററുകളാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം, കെമിക്കൽ ബോണ്ടിങ്, ഇക്വിലിബ്രിയം ആൻഡ് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ഇതിൽ മെയിൻലി നോക്കുമ്പോൾ ഫസ്റ്റ് സ്ട്രക്ചർ ഓഫ് ആറ്റം ആയിക്കോട്ടെ, കെമിക്കൽ ബോണ്ടിങ് കുറച്ചും കൂടി തിയറി കൂടുതലായിട്ടുള്ള ചാപ്റ്ററുകളാണ്. വേറെ ഇക്വിലിബ്രിയത്തിൽ കുറച്ചും കൂടി പ്രോബ്ലംസ് ഉണ്ടാവും. ഇനി ഓർഗാനിക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആദ്യത്തെ ചാപ്റ്ററുകളിൽ നല്ലോണം ഫോക്കസ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഇടയിൽ ഒളിഞ്ഞിറക്കുന്ന ഒരാളുണ്ട്, അതായത് 3ാമത്തെ ചാപ്റ്റർ. ശരിക്കും കമ്പാരിറ്റീവ്ലി നമ്മൾ വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ 3ാമത്തെ ചാപ്റ്റർ പഠിക്കാൻ വളരെ കുറവാണുള്ളത്. പക്ഷെ അതിൻ്റെ വെയിറ്റേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ അറൗണ്ട് 8 മാർക്കിനുള്ള ചോദ്യങ്ങളോളം നിങ്ങൾക്ക് എന്തായാലും എക്സാമുകൾക്ക് ബോർഡ് എക്സാമിന് പ്രതീക്ഷിക്കാം. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിലുള്ള കോൺസെപ്റ്റുകൾ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നോക്കണം, ആ ചാപ്റ്റർ വിട്ട് കളയരുത്. 3ാമത്തെ ചാപ്റ്റർ നെവർ സ്കിപ്പ് ദാറ്റ്, എന്തായാലും പഠിച്ചിരിക്കുക. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് 1ാമത്തെ ചാപ്റ്ററും അതുപോലെ തന്നെ തെർമോഡൈനാമിക്സിൻ്റെ ചാപ്റ്ററും ദെൻ ഹൈഡ്രോ കാർബണും. ഈ 2 ചാപ്റ്റർ 9 മാർക്കിനാണ്. ഇതും നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററുകളാണ്. ഇനി ഇക്വേഷൻസിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിലെ തിയറി പോർഷൻസ് നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യുക ഓർഗാനിക്കിൽ കേട്ടോ. അതായത് അതിലെ ഡിസ്ക്രിപ്ഷൻ ബേസ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ ലൈക്ക് കൺഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ഹൈഡ്രോ കാർബണിൽ നോക്കിക്കോണം. ദെൻ നെയിം റിയാക്ഷൻസും. ഇനി തെർമോഡൈനാമിക്സിലാണെങ്കിലും സെയിം തിയറി പോർഷൻസിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രോബ്ലം സെക്ഷൻ വേണ്ട എന്നല്ല പറയുന്നത്, ബട്ട് മെയിൻലി തിയറി സെക്ഷനിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഓവറോൾ നമുക്ക് വരുന്നത്. ഇനി ഓരോ ചാപ്റ്ററായിട്ട് നമ്മൾ പറയുമ്പോൾ മെയിൻ വെയിറ്റേജ് ഉള്ള ആൾക്കാരെ നമ്മൾ പറഞ്ഞു. സ്ട്രക്ചർ ഓഫ് ആറ്റം, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് ദെൻ ഇക്വിലിബ്രിയം ആസ് വെൽ ആസ് ഓർഗാനിക് കെമിസ്ട്രി. പിന്നെ വരുന്നതാണ് ഞാൻ അതിൽ സ്പെഷ്യലായിട്ട് ഒരാളെ പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ്റെ ചാപ്റ്റർ. ഇനി വളരെ കുറച്ച് കാര്യങ്ങൾ, ഒറ്റ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് റെഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ആകെ 3 കാര്യങ്ങൾ അതിൽ പഠിക്കാനുള്ളൂ. ഒന്ന് ബാലൻസിങ് ആണ്, 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കുന്നത്. രണ്ടാമത്തെ നമ്മൾ ഓക്സിഡൈസിങ് ഏജൻറ്റ്, റെഡ്യൂസിങ് ഏജൻറ്റ്, സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതാനും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനും. ഈ 3 കാര്യങ്ങളെ ഇതിന് മെയിനായിട്ട് ചോദിക്കാറുള്ളൂ. പിന്നെ 4 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് കഴിഞ്ഞു, ആ ചാപ്റ്റർ കഴിഞ്ഞു. അതിന് ആ ഒരു കുറച്ച് കാര്യങ്ങളുള്ളൂ, അതിൻ്റെ അനുസരിച്ച് തന്നെയുള്ള വെയിറ്റേജേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് ബാക്കിയുള്ളത് പഠിക്കാനാണെങ്കിൽ റിഡോക്സ് റിയാക്ഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ബാക്കിയുള്ളത് ഞാൻ ഈ പറയുന്നത് ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ നമുക്ക് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇടയിൽ സ്കിപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റിയൊരു ചാപ്റ്ററാണ് റിഡോക്സ് റിയാക്ഷൻ ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്ത്. 3ാമത്തെ ചാപ്റ്ററൊക്കെ കുറച്ചുള്ളൂ എന്ന് പറഞ്ഞ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് വെയിറ്റേജ് വളരെയധികം കൂടുതലാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നീട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് 1ാമത്തെ ചാപ്റ്റർ കേട്ടോ. 1ാമത്തെ ചാപ്റ്റർ 6 മാർക്കിനുള്ളൂ. അറൗണ്ട് 6 to 7 മാർക്കിന് നിങ്ങൾക്ക് എന്തായാലും എക്സാമുകൾക്ക് വരാറുണ്ട്. ബേസിക്കലി അതിൽ നമുക്ക് സ്റ്റോഷിയോമെട്രി കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ആ പ്രോബ്ലങ്ങളായിക്കോട്ടെ, ഇനി അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതിൻ്റെ ഐഡിയ കിട്ടുന്നില്ല എങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ബാക്കിയുള്ള ചാപ്റ്ററുകളിൽ വൃത്തിയായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഇപ്പോൾ 4 ചാപ്റ്ററുകൾ എന്തായാലും നോക്കേണ്ടത് സ്ട്രക്ചർ ഓഫ് ആറ്റം, കെമിക്കൽ ബോണ്ടിങ്, ഇക്വിലിബ്രിയം ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി. ദെൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ചാപ്റ്ററാണ് 3ാമത്തെ ചാപ്റ്റർ. പിന്നെ അത് കഴിഞ്ഞാൽ നോക്കേണ്ടതാണ് തെർമോഡൈനാമിക്സും അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഹൈഡ്രോ കാർബണും ചാപ്റ്റർ. ഇനി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണം എന്നാണെങ്കിൽ അതിലെ റിഡോക്സ് റിയാക്ഷൻസും അതുപോലെ 1ാമത്തെ ചാപ്റ്ററും വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ബാക്കിയുള്ള ചാപ്റ്ററുകൾ പഠിച്ചിരുന്നാൽ 60 മാർക്കിൽ എന്തായാലും നിങ്ങൾക്ക് 75% എങ്കിലും നിങ്ങൾക്ക് എന്തായാലും മാർക്കിലോട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. കൃത്യമായിട്ട് നോക്കുക, വെയിറ്റേജ് അനുസരിച്ച് തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാരെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ആ 4 ചാപ്റ്ററുകളെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഈ ഒരു കാര്യം നോക്കി തന്നെ ബോർഡ് എക്സാമിലോട്ട് പോവുക. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ.